ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് എഗ് ഷെല്ലും എഗ് ട്രേസും എങ്ങനെ കളയാണ്ട് നമുക്ക് യൂസ് ചെയ്യാന്നാണ്. അതും എക്സ്മസ് ടൈമിൽ അത് എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, എന്താണ് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ എഗ് ഷെല്ലും നമ്മൾ എപ്പോഴും സ്ഥിരം മുട്ട എടുത്ത് കളയുന്ന സാധനമാണ്. പിന്നെ എഗ് ട്രേസ് പിന്നെ അത് ആർക്കും വേണ്ട. മുട്ട വെക്കാനുള്ളൊരു സംഭവം, അത് മുട്ട കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ കളയാണ് പതിവ്, കത്തിച്ചളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറ് മതി. നമ്മൾ അതൊട്ടും യൂസ് ചെയ്യാത്തൊരു സംഭവം. അപ്പം അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരെണ്ണം നമ്മുടെ സ്നോമാൻ, പിന്നെ സാന്റാക്ലോസ്. നമുക്ക് അതിന് എന്തൊക്കെ വേണ്ടേന്ന് നോക്കാം. ഫസ്റ്റ് എൻ്റെ കയ്യിൽ എഗ് ട്രേസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഇത് വേണം. ഈ എഗ് ട്രേസ് വെച്ചിട്ടാണ് നമ്മൾ സാന്റാക്ലോസിനെയും ഇതിനൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടത് എഗ് ഷെല്ലാണ്. എഗ് ഷെൽ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ മൊത്തം നടുക്കുന്നത് പൊട്ടിച്ച് കളയാണ്ട് മാക്സിമം ഇങ്ങനെ പയ്യെ ഈ മേൽഭാഗം കുറച്ചിങ്ങനെ പൊട്ടിച്ചിട്ട് മാക്സിമം എടുക്കാൻ നോക്കാം. അപ്പം നമുക്കത് അതിൻ്റെ ഹെഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് ഇങ്ങനത്തെ ഗൂഗിളി ഐസ് ആണ് വാങ്ങിക്കുന്നത്. ഇത് ഓൺലൈനിലും സ്റ്റേഷനറി ഇങ്ങനെ സ്റ്റോറുകളിലൊക്കെ നമുക്ക് കിട്ടും. ഇങ്ങനത്തെ കണ്ണുകൾ സാധാരണ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പേരിനൊക്കെ കണ്ണു വെക്കുന്നതും അതൊക്കെ ഇങ്ങനത്തെ ഗൂഗിളി ഐസ് വെച്ചിട്ടാണ്. അധികം റേറ്റിലാണ്, നമുക്ക് ഓൺലൈനിലും കിട്ടും. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലത്തെ ആക്രിലിക് പെയിന്റ് ആണ് വേണ്ടത്, ഇത് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്ലൂ വേണം നമുക്ക്. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇപ്പം എന്ത് ഗ്ലൂ ആണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഗ്ലൂ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ട്രേസ്. പിന്നെ ബ്രഷ്, അങ്ങനത്തെ സംഭവങ്ങൾ. നമുക്ക് ഇനി ആദ്യം തന്നെ നമുക്ക് എന്തുണ്ടാക്കുന്നത് വെച്ചാൽ നമുക്ക് സ്നോമാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ ഇത് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനീഷ്യലി ഈ എഗ് ട്രേസിന് ഇതുപോലത്തെ ഓരോ ഇത് വെട്ടിയെടുക്കാം. നമുക്ക് അതിന് സിസേഴ്സ് യൂസ് ചെയ്യാം. പയ്യെ ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് സെപ്പറേറ്റ് ആക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ രണ്ടും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഇതുപോലെ രണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കും. ഇതുപോലെ ഇതാണ് സ്നോമാൻ്റെ ബോഡി ആയിട്ട് വരുന്നത്. അപ്പം ഇത് രണ്ടും നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഗ്ലൂ ഒട്ടിക്കാം. കണ്ടോ, ഇതുപോലെ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക കറക്റ്റ് ആ ഒരു ഇതിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത്. ഇനി നമുക്കിത് പെയിന്റ് അടിക്കണം. ഇത് വൈറ്റ് കളറിൽ, സ്നോമാൻ്റെ ബോഡി വൈറ്റ് കളറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് കളറിൽ അക്രിലിക് കളർ വെച്ചിട്ട് പെയിന്റ് അടിക്കാം. ഇതുപോലെ ഈ ബോഡി ഫുൾ ഇതുപോലെ അടിച്ചു കൊടുക്കാം. വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇതുപോലത്തെ അടിച്ചു വെച്ചതുണ്ട്. കാരണം ഇത് ഉണങ്ങിയാലാണ് നമുക്ക് പിന്നെ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഈ ഹെഡ് പോർഷനും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങണം. അപ്പം ഞാൻ ഓൾറെഡി ഇതുപോലത്തെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ ഈ മുട്ടയുടെ ഇത് കണ്ടോ, മുട്ടയുടെ തോട് ഞാനിപ്പോൾ ഈ പോർഷൻ കുറച്ചുകൂടി കയറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചാലാണ് ഹെഡ് ആവുള്ളൂ. കണ്ടോ, ഇങ്ങനെ വരും ഹെഡ്. അപ്പം ഞാനിത് ഇങ്ങനെ ഒട്ടിക്കാം. ഇനി നമുക്ക് ഇതിന് ഹാറ്റ് ഉണ്ടാക്കണം, ഒരു തൊപ്പി പോലത്തെ. അപ്പം അതിന് നമുക്ക് ഇനി ആ ട്രേ തന്നെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ നേരത്തെ നമ്മൾ ആ ബോഡിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തില്ലായിരുന്നോ എഗ് ട്രേ, അതിൻ്റെ അകത്ത് എടുത്ത പോലെ തന്നെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതാക്കണം. നമുക്ക് ബോഡിയുടെ അത്ര വേണ്ടല്ലോ, ഈ തൊപ്പിയുടെ മേൽഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെറുതാക്കി കട്ട് ചെയ്യാം. ഇതിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊരു റൗണ്ട് പോലത്തെ ഒരു ഫ്രെയിം ഉണ്ടാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കാർഡ്ബോർഡ് വാങ്ങിച്ചൊന്നും അല്ല കേട്ടോ, കോൺഫ്ലെക്സ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതിൻ്റെ ഇതുപോലത്തെ കാർഡ്ബോർഡ് യൂസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എത്ര വട്ടം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ വരച്ചെടുക്കാം ആ കാർഡ്ബോർഡിൽ. അത് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു ഹാറ്റ് ആയില്ലേ. ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഹാറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഹാറ്റിന് ഒരു ബ്ലാക്ക് പെയിന്റ് അടിക്കണം ഫുൾ. ഇതിൻ്റെ അടിഭാഗത്തും അടിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ ഈ പൊട്ടിച്ചതാണ്. ഇത് ഞാൻ നേരത്തെ പെയിന്റ് അടിച്ചു വെച്ചു. കാരണം ഇതെല്ലാം നമുക്ക് ഉണങ്ങിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പം ഇത് നേരത്തെ ഞാൻ ചെയ്ത് വെച്ചു. അപ്പം ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ ഈ ഹാറ്റ് ഇങ്ങനെ ഒട്ടിക്കണം. ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കാം കേട്ടോ. കണ്ടോ, നമ്മൾ ഈ ഹാറ്റ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് കണ്ണ് വെച്ച് കൊടുക്കാം. കണ്ണും മൂക്കും വായൊക്കെ നമുക്ക് ഗൂഗിളി ഐസ് എടുക്കാം. ഞാൻ അതിൻ്റെ അകത്ത് ഒരുവിധം ഒരു മീഡിയം സൈസിൽ ഗൂഗിളി ഐസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഒട്ടിച്ചു കൊടുക്കാം ഇവിടെ. അപ്പോൾ കണ്ടോ, ഞാൻ കണ്ണൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂക്ക് ഉണ്ടാക്കണം. അതിൽ നമുക്കിവിടെ ഞാൻ ഇതുപോലത്തെ പേപ്പർ, ഏതെങ്കിലും പേപ്പർ, പ്ലെയിൻ പേപ്പർ ആയാലും കുഴപ്പമില്ല. അതിൽ കുഞ്ഞു പീസിലൊക്കെ നമ്മൾ കോൺ ഷേപ്പ് ഉണ്ടാക്കില്ലേ, അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാം, ഒട്ടിക്കുക. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ എന്നിട്ട് അത് നന്നായിട്ട് ഒട്ടിക്കുക.
നമുക്ക് എത്ര സൈസ് എത്ര നീട്ടം വേണം അതിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഓറഞ്ച് കളറിൽ പെയിന്റ് അടിക്കാറ് അതിൽ ഇവിടെയൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്കതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നോസിൽ ഓറഞ്ച് കളറിലെ പെയിന്റ് അടിച്ചിട്ട് വെക്കാം കേട്ടോ. അപ്പം നമുക്കിനി ഇത് ഒട്ടിക്കാം ഇവിടെ കേട്ടോ. നമുക്കിന് വായയും പിന്നെ ഇതിൻ്റെ അടുത്ത് ഈ ഡ്രസ്സിൽ കുറച്ച് ബട്ടൺ അതുപോലെ വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. മാർക്കർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ബട്ടൺ പോലെ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി വായ ഇങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് കണ്ടോ നമ്മൾ വായ ഇങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഇങ്ങനെ ഡോട്ട് ചെയ്ത് ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പെയിന്റ് കൊണ്ട് ബ്രഷ് കൊണ്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് മാർക്കർ വെച്ച് ചെയ്തതാണ്. ഇനി നമുക്കിതിന് കൈ വെച്ച് കൊടുക്കണം. അപ്പോൾ കൈ സാധാരണ സ്ട്രോമാൻ്റെ കണ്ടിട്ടില്ലേ, അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ചുള്ളിക്കമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് വെക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ചെടികളിലെ ചെറിയ കമ്പുകൾ ഇങ്ങനത്തെ കമ്പുകളൊക്കെ ഉണ്ടല്ലോ 3 വരുന്ന പോലത്തേക്ക്, അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലത്തെയൊക്കെ ഞാൻ കുറച്ച് ഒടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇത് ബ്ലാക്ക് കളറിലെ പെയിന്റ് അടിച്ചെടുക്കുക. എന്നിട്ട് അത് ഉണങ്ങിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറ്റി വെക്കാം. ഞാൻ അടിച്ചെടുത്തേക്കുന്നതാണിത്. ഇനി നമുക്ക് ഈ തലയുടെ താഴെയായിട്ട് ഈ 2 സൈഡിലും ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കൈ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കാം ഇവിടെ. ഇത് നമുക്കിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് സ്നോമാൻ. ഞാൻ അതിൻ്റെ കൈ വെച്ച് കൊടുത്തു. പിന്നെ ഒരു ചെറിയ സാറ്റിൻ്റെ റിബൺ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനൊരു ഇങ്ങനെ മഫ്ലർ പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഒരു ഷോൾ. ഇത് പിന്നെ ഹെഡ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എഗ്ഷെൽ വെച്ചിട്ടാണ്. ഇതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു സ്നോമാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിന് ചെറിയൊരു ഷൂ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ സെയിം നമ്മുടെ എഗ് ട്രേ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു പീസ് ഇങ്ങോട്ട് മേളിലേക്ക് വെച്ചിട്ട് അവിടെ ഒട്ടിച്ചു. ഇപ്പോൾ ഇത് ഒട്ടിച്ച പോലെ തന്നെ ആ എഗ് ട്രേ കട്ട് ചെയ്തിട്ട് ഒരു പീസ് മേളിലേക്ക് വെച്ച് ഒട്ടിച്ചിട്ട് ബാക്കിയെല്ലാം സെയിം തന്നെ. ഇത്രയാണ് വ്യത്യാസമുള്ളൂ. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. കേട്ടോ, ഇപ്പം നമ്മൾ സ്നോമാൻ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ എഗ് ട്രേയും ഷെല്ലും യൂസ് ചെയ്തിട്ട് എങ്ങനെ സാന്റാക്ലോസിന് ഉണ്ടാക്കണമെന്ന് കാണാം കേട്ടോ.